അതിൻ്റെ അവസാന ഘട്ടത്തോട് എത്തിയിരിക്കുന്നു. ഈ മരിച്ച സുധാകരൻ്റെ അനിയൻ സുരേഷാണ് ഇപ്പോൾ ഈ അന്ത്യകർമ്മങ്ങൾക്ക് അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ എല്ലാവരും ഇവിടേക്കുണ്ട്. മീനാക്ഷിയുടെയും അതോടൊപ്പം തന്നെ ഈ സുധാകരൻ്റെയും സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഇനി രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിലെ പൂജസ്വരം കഴിഞ്ഞ് ചുമപ്പ് പട്ടിട്ട് ഇപ്പോൾ സുധാകരൻ്റെ മീനാക്ഷിയുടെ മൃതദേഹം ഇപ്പോൾ എടുക്കുകയാണ്. അതിനുശേഷം സുധാകരൻ്റെയും മൃതദേഹം എടുക്കും. ഇവരുടെയും മൃതദേഹം കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെയും സുധാകരൻ്റെയും മൃതദേഹമാണിപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അന്തിമകർമ്മങ്ങൾ പൂർത്തിയായി വന്നിരിക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം അല്പസമയത്തിനകം മൃതദേഹം സംസ്കരിക്കും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പോലീസിൻ്റെ നിയമപ്രകാരമുള്ള മറ്റെല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണിപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ ചേതനയേറ്റ മൃതദേഹം ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്തവണ്ണം ഉള്ളുപൊട്ടി വിലപിക്കുകയാണ് സുധാകരൻ്റെ മക്കളും ബന്ധുക്കളും. നാട്ടുകാർക്കും താങ്ങാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ സുധാകരനെ ജീവനോടെ കണ്ടു. ആ അമ്മയെ എല്ലാവരും ജീവനോടെ കണ്ട 2 വ്യക്തികൾ അപ്രതീക്ഷിതമായി ഒരു വാക്കത്തിയിൽ ഇല്ലാതാകുമ്പോൾ ആ നാടിനെ സംബന്ധിച്ചോളം അത് വല്ലാത്ത ഒരു നടുക്കമായി മാറുകയാണ്. അങ്ങനെ വിലാപ ഭൂമിയായി മാറുകയാണ് നെന്മാറ.
നെന്മാറയിലെ സുധാകരൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങളാണ് സംസ്കാരത്തിനായി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്.